ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രിയിലായിട്ടോ. അങ്ങനെ നിധിക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല. നിധി നിർമ്മലയെ എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഈശ്വര, ഈ സ്വന്തം അമ്മ, അതായത് പെറ്റമ്മയാണല്ലോ ഗൗതം ഇന്ന് കണ്ടിരിക്കുന്നത്. ഗൗതമിനെ രക്ഷിച്ചത് പെറ്റമ്മയാണല്ലോ. എന്തൊരു ദുർവിധിയാണ് എൻ്റെ ഗൗതമിന്. ഈ സത്യങ്ങളെല്ലാം ഗൗതം അറിയുമ്പോൾ ഇവിടെ വലിയൊരു പ്രളയം നടക്കുന്നത് പോലെ വലിയൊരു ദുരന്തം തന്നെ ഇവിടെ നടക്കുമല്ലോ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഈ നിർമ്മലയെ കണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ നോക്കുമ്പോൾ അവരെ ഈശ്വരൻ എനിക്ക് മുന്നിൽ കാണിച്ചു തരുന്നില്ലല്ലോ. ഈശ്വര, എന്ത് ചെയ്യും ഞാൻ? ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ നിധി ചിന്തിക്കുമ്പോൾ നിധിയുടെ കണ്ണിലൂടെ ഒരു ദൃശ്യം കടന്നു പോകാനായിട്ടാ. അതായത് ആ ഓർഫനേജിൽ അവിടെ എന്തായാലും CCTV ഉണ്ടാവും. ആ ഫുട്ടേജിൽ ഈ നിർമ്മല ആരാണെന്ന് കണ്ടെത്താൻ കഴിയും. നിർമ്മല ഈ നാട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ തനിക്കത് കണ്ടെത്താൻ കഴിയുമെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പിന്നീട് ആ രാത്രി അങ്ങ് കടന്നു പോവാണ്. പിറ്റേ ദിവസം രാവിലെ ഈ പറയുന്നത് പോലെ തന്നെ നിധി ആരോടൊന്നും പറയാതെ നിധി ഈ ഒരു ഓർഫനേജിലിട്ട് പോയിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അവിടെ ചെന്നിട്ട് നിധി ഇങ്ങനെ അവിടുത്തെ ആ ഒരു പെൺകുട്ടിയോട്, ആ സ്റ്റാഫിനോട് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കടക്കുമ്പോഴാണ് ആ ഓർഫനേജിൻ്റെ മുതലാളി പുറത്തോട്ട് വരുന്നത് കേട്ടോ. അയാളെ കാണുമ്പോൾ നിധിക്ക് പേടിയാവാണ്. അങ്ങനെ ഒരു ചെടികൾക്കുള്ളിൽ നിധി ഒളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് നിധി ഇങ്ങനെ അയാൾ പോയതിന് ശേഷം തനിക്ക് ഇതിനുള്ളിലോട്ട് കയറാമെന്ന ഭാവത്തിൽ നിധി നിൽക്കുമ്പോൾ അയാളാണെങ്കിലോ, നിങ്ങളിത് അയച്ചു തന്ന എമൗണ്ട് എൻ്റെ ബാങ്കിൽ എത്തിയിട്ടില്ല, ഞാൻ എന്തായാലും ചെയ്യാം, നോക്കാം, എന്തായാലും നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തു തന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങനെ മുന്നോട്ട് കടന്നു പോവുകയും ഇപ്പോഴെത്താൻ നോക്കാമെന്ന് പറഞ്ഞ് അയാൾ അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. പക്ഷേ നിധിയുടെ കണക്ക് കൂട്ടുകൾ ശരിയായിരിക്കുന്നു. എന്നാൽ ഈ സമയം നിധി ആ ഓർഫനേജിലെ സ്റ്റാഫിനെ കാണാൻ ചെല്ലുമ്പോഴേക്കും അവർ പറയുകയാണ്, നിങ്ങളെന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഈ പറയുന്ന നിർമ്മലയെ തേടിയല്ലേ, അവർ പിന്നെ അതിനുശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ എന്ത് വന്നിട്ടില്ല എന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷെ ഞാൻ അതിനല്ല വന്നത്, ഞാൻ വേറൊരു കാര്യത്തിനാണ്. ഇത് കേൾക്കുന്ന സ്റ്റാഫ് നിധിയോട് ചോദിക്കാൻ, നിങ്ങൾ എന്തിനാ മേഡം പിന്നെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഈ നിർമ്മല എന്ന വ്യക്തിയെ എനിക്ക് പെട്ടെന്ന് കാണണം, അവരെ കാണാനുള്ളൊരു വഴി കണ്ടെത്താനാണ്. അതെങ്ങനെ മേഡം സാധിക്കും? അവരിങ്ങോട്ടേക്ക് വന്നാലല്ലേ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് മിസ്സാണ് എങ്കിലും കൂടിയിട്ട് ഇവിടെ CCTV ദൃശ്യങ്ങളിൽ അവരുടെ മുഖം പതിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒന്ന് തരുമോ? അയ്യോ, അതൊന്നും നടക്കുന്ന കാര്യമില്ല, എൻ്റെ പണി പോകുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ അത് നടക്കില്ല എന്ന് പറയണം കേട്ടോ. ഇതേ സമയം ഇത് കേട്ട ഉടനെ, ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, അത് നടക്കില്ലെന്ന് പറയരുത്, ദയവ് ചെയ്ത് നിങ്ങൾ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് എന്ന് പറഞ്ഞ ഉടൻ തന്നെ നിധിയുടെ ആവേശപ്രകാരം നിധി പറയണേ, ഞങ്ങളുടെ കുടുംബം ഈ നിർമ്മല കാരണം നശിക്കാനാണ് പോകുന്നത്, അതിനു മുന്നേ അവരെ തടയണം, എന്നിട്ട് അവർക്ക് വേണ്ടത് കൊടുത്ത് അവരെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞേക്കണം, അതിന് വേണ്ടിയാണ്, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളുടെ കാല് പിടിക്കുക. അയ്യോ കുട്ടി, എനിക്കത് ചെയ്തു തരാൻ പറ്റില്ല, കാരണം ഞാൻ ഇവിടെ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ആളാണ്, ഇതൊരു ആശ്രമമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ പല കാര്യങ്ങളും ഒളിച്ചു വെച്ചാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഞങ്ങൾക്ക് ഇതിനെതിരെ വരുമെന്ന് പറയുമ്പോൾ, ഇതാരും തന്നെ അറിയില്ല, ഞാനും നീയും മാത്രമാണ് അറിയുക, ദയവ് ചെയ്ത് അവരുടെ മുഖം ഒന്ന് കാണാനാണെന്ന് പറയുമ്പോൾ, എന്നാൽ നിങ്ങൾ പെൻഡ്രൈവ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയണ്ട. അങ്ങനെ നിധി ആ പെൻഡ്രൈവ് അങ്ങ് കൊടുക്കണേ. അങ്ങനെ ഈ പെൻഡ്രൈവ് കൊടുത്ത് അവർ പോയിട്ട് ഈ CCTV ഫുട്ടേജിൽ നിന്നത് ഈ ദൃശ്യങ്ങൾ ഇതിലോട്ട് പകർത്തണം കേട്ടോ. ഇതിൻ്റെ പേരിൽ എനിക്കൊരു ഇഷ്യൂ വരരുത് കേട്ടോ. ഇല്ല, വരില്ല, ഇത് ആർക്കും ഞാൻ കാണിച്ചു കൊടുക്കില്ല, എനിക്ക് മാത്രം കാണാനാണ്, അത് കഴിഞ്ഞാൽ ഞാനത് നശിപ്പിക്കും എന്ന് പറഞ്ഞ് നിധി അങ്ങ് പോവുകയും നിധിക്ക് കൊടുത്ത് നിധി അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. എന്നാൽ ഈ സമയം പാറു ആണെങ്കിലോ പൂജാമുറിയിൽ കയറിയിരിക്കുകയാണ്. പൂജാമുറിയിൽ കയറി തൻ്റെ ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഈശ്വര, എനിക്ക് മുന്നിൽ ഒരു ആപത്ത് നീ വരുത്തരുത്, എന്നെ നീ കണ്ണീരിലാഴ്ത്തല്ലേ, എനിക്ക് സന്തോഷമുള്ള ആ നാളുകൾ കൊണ്ടാ, എന്നെ നീ സങ്കടത്തിലാക്കല്ലേ. എന്തിനാണ് ഇപ്പോൾ ഗൗതമിൻ്റെ അമ്മയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഞാനാണ് ഗൗതമിൻ്റെ അമ്മ, ഗൗതമിൻ്റെ അമ്മയെ ഞാനാണ്, എനിക്ക് പകരം വേറൊരു അമ്മ അവന് വരുന്നത് എനിക്ക് താങ്ങില്ല, എൻ്റെ ഗൗതമിന് താങ്ങില്ല. ഇവിടെ വസുന്ധര പല ഭീഷണികളും എന്നെ പെടുത്തുമ്പോൾ ഞാൻ അതിനൊക്കെ നിന്നു കൊടുത്തിരുന്ന എൻ്റെ ഗൗതമിൻ്റെ ജന്മരഹസ്യം മറ്റൊരാൾ അറിയാൻ പാടില്ല, അതെൻ്റെ നിർബന്ധമാണ്. ദയവ് ചെയ്ത് ദൈവമേ, എന്നിൽ നിന്നും ഈ ഒരു സങ്കടം നീ വേറെടുത്ത് ഈ പറയുന്ന നിർമ്മലയെ എന്നിൽ നിന്ന് അകത്തി കൊണ്ടുപോ എന്നുള്ള ആ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തൻ്റെ വിളക്ക് കൊടുത്താൻ ശ്രമിക്കുമ്പോൾ തീപ്പെട്ടി ഉരതുമ്പോൾ തീപ്പെട്ടി കയ്യിൽ നിന്ന് ഒരൊറ്റ ഉരസി വീഴൽ കേട്ടോ. ഇതോടുകൂടി ദൈവമേ, ഇവിടെയും നീ എന്തോ ലക്ഷണക്കേട് കാണിക്കുന്നു, ഇതിന് എന്തെങ്കിലും സൂചനയുണ്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളക്ക് കൊടുത്താണ് കേട്ടോ. അങ്ങനെ കരഞ്ഞും കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണാൻ നിധി പെട്ടെന്ന് റൂമിലോട്ട് ഓടിക്കേറി വാതിലടക്കുന്നതായിട്ടോ. അപ്പം നിധിയുടെ ആ പോക്കും വരവൊക്കെ കാണുമ്പോൾ
പാറുവിന് സംശയം തോന്നാണ്. ഈശ്വര എന്തോ പ്രശ്നമുണ്ടല്ലോ. അവൾ പെട്ടെന്ന് ഇങ്ങനെ ആ റൂമിലോട്ട് കയറുന്നതും വാതിലടക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നു എന്നിങ്ങനെ പാറു പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധിയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ലാപ്ടോപ്പിൽ പെട്ടെന്ന് ഈ ഒരു പെൻഡ്രൈവ് കുത്താണ്. ഈശ്വര എൻ്റെ ഗൗതമിൻ്റെ സ്വന്തം അമ്മയെ പെറ്റമ്മയെ അവന് കാണാൻ കഴിഞ്ഞു. പക്ഷെ അവനറിയില്ലല്ലോ അവനെ പ്രസവിച്ചത് ആ അമ്മയാണെന്ന്. എങ്കിൽ എനിക്ക് ആ അമ്മയെ കാണണം, എന്നിട്ട് ഈ വീട്ടിലെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് പെൻഡ്രൈവ് എടുത്ത് കുത്തിയിട്ട് ആ CCTV ദൃശ്യങ്ങൾ ഇങ്ങനെ നോക്കാൻ കേട്ടോ. അപ്പോൾ നിർമ്മല അങ്ങോട്ടേക്ക് കടന്നു പോകുന്ന സമയമായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ നിധി ഫസ്റ്റ് അവരാണല്ലോ വന്നത്, എങ്ങനെ അവരുടെ ബാക്ക് വശമാണല്ലോ കാണുന്നത്, മുൻവശം കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട്, മുഖഭാഗം കാണുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കാണാം പാറു പിറകിലൂടെ വന്നിട്ട് പാറു ഡോറ് തുറക്കുന്നുണ്ട്. അപ്പം നിധി എന്താണ് ഈ ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടി പാറു ലാപ്ടോപ്പിൽ എത്തി നോക്കുന്ന കാഴ്ച നിർമ്മലയെ കാണാൻ അങ്ങനെ പോകുന്ന ആ ഒരു രംഗട്ടെ. നിർമ്മലയെ കാണുന്ന പാറുവിൻ്റെ പിടിവള്ളി പോവാണ് കേട്ടോ. പാറുവിന് സങ്കടം സഹിക്കില്ല. പാറു ആകെ സങ്കടത്തോടു കൂടി കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകണം കേട്ടോ. ഈശ്വര നിർമ്മലയെ നിധി കണ്ടിരിക്കുന്നു, ആ സത്യം നിധി മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്ന ഭാവത്തിൽ ഗോപിയുടെ അടുത്തോട്ട് ഓടിച്ചെല്ലണം കേട്ടോ. ഇതേ സമയം നിധിയാണെങ്കിലും എൻ്റെ ഗൗതമിൻ്റെ സ്വന്തം അമ്മ ഇതാണല്ലേ, ഇനി ഇവരെ ഞാൻ കണ്ടെത്തും, തീർച്ചയായും ഈ പ്രശ്നത്തിനൊരു പരിഹാരം തന്നെ ഞാൻ ഉണ്ടാക്കും. വസുന്ധര ആൻറ്റി ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ആ ഭീഷണികൾ ഞാൻ ഇന്നത്തോടു കൂടി നിർത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അവിടെ നിന്നും നിധി അതിങ്ങനെ ആ CCTV ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഗോപിയുടെ അടുത്തോട്ട് പാറു ഇങ്ങ് നോക്കിയേ ഞാൻ വിചാരിച്ചത് സംഭവിച്ചു, ഇനി അത് തന്നെ സംഭവിക്കാൻ പോകുന്നു, എൻ്റെ ഗൗതമോൻ എനിക്ക് നഷ്ടപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ ഉടൻ തന്നെ ഗോപി പറയാണ്, തനിക്ക് എന്താണോ പറ്റിയത്, താൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, ഒന്ന് നിർത്തിക്കേ, തൻ്റെ കരച്ചിൽ ഞാൻ പറഞ്ഞില്ലേ നിധി എല്ലാ സത്യങ്ങളും കണ്ടെത്തുക, അതിന് നിധി എന്ത് സത്യം കണ്ടെത്തി, നിർമ്മലയെ കണ്ടെത്തിയെന്ന് പറയട്ടോ. എന്താ നീ പറയുന്നത്, വെറുതെ ഊഹിച്ച് ഊഹാപോഹങ്ങൾ ഓരോന്ന് പറയല്ലേ, എൻ്റെ കൺകൊണ്ട് കണ്ടതാണ്, അവൾ നിർമ്മലയുടെ ഫോട്ടോ അവളുടെ വീഡിയോ അവളുടെ ലാപ്പിലിട്ട് കാണുന്നത് ഞാൻ കണ്ടു എന്ന് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ എന്താ നീ പറയുന്നത്, അതെ ഞാൻ കണ്ടു എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ അതിനെ വിഷയമാക്കണ്ട, അത് ഗൗതമിൻ്റെ അമ്മയാണെന്നൊന്നും അവൾക്കറിയില്ലല്ലോ, എന്തായാലും അത് കണ്ടെന്ന് കരുതി ഇനി പേടിക്കുകയോ ഇങ്ങനെ പരിഭ്രാന്തിപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട, അതിലൊന്നും ഒരു വിഷയമാക്കണ്ട, അത് പ്രശ്നമുണ്ടാവില്ല. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഉണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. ഇവിടെ വസു എന്നെ പേടിപ്പിച്ച് നിർത്തുന്നതും ശിവാനിയോട് ഈ സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗൗതമിനും നിധിക്ക് ഈ വീട്ടിലൊരു സ്ഥാനം ഉണ്ടാവില്ലെന്നും നിധി ഈ വീട്ടിൽ നിന്നും പമ്പ കടത്താൻ പറ്റുമെന്നുള്ള സത്യം അത് ശിവാനിയും കൂടി അറിഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നത് ശിവാനി പുറത്തു നിന്ന് കേൾക്കണം കേട്ടോ. എന്താണ് ഇവരെ എന്നെക്കുറിച്ച് പറയുന്നതെന്ന് ശിവാനി അറിയാൻ വേണ്ടി ഡോറിനെ കതകിനൊപ്പം ചാരി നിൽക്കുന്ന. അപ്പോൾ ഉടൻ തന്നെ ആ ശിവാനി ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിധിയെ ഇവിടെ നിന്ന് ഓടിക്കാൻ അത് മതി അവരുടെ ഏറ്റവും വലിയ മാർഗ്ഗം. നിധി പിന്നീട് പോവും, എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെടും, എല്ലാം പോവും, എല്ലാം കൈവിട്ടു പോവും. ശിവാനി അറിയാൻ പാടില്ല, ഈ രഹസ്യം എങ്ങനെയെങ്കിലും ഗോപിയേട്ട ഒളിപ്പിച്ച് വെക്കണം, എങ്ങനെയെങ്കിലും ഈ സത്യങ്ങൾ ഒളിപ്പിച്ച് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ശിവാനി ഞാൻ അറിയാത്ത എന്ത് സത്യമാണ് ഇവർ ഈ ഒളിപ്പിച്ച് വെക്കുന്നത്, നിധിയെ ഓടിക്കാൻ പറ്റിയ ആ സത്യം അത് എന്താണെന്ന് എനിക്ക് കണ്ടെത്തുക തന്നെ വേണമെന്നിങ്ങനെ ശിവാനി പ്രതിജ്ഞ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ സമയം ഗോപി പറയുന്നുണ്ട്, ടെൻഷനാവാതെ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, അതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ എനിക്ക് കഴിയും, നീ ഇങ്ങനെ ടെൻഷൻ ആവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു എപ്പിസോഡൊക്കെയാണ് ഇനിയിപ്പോൾ ഇന്ന് വരാനിരിക്കുന്നത് കേട്ടോ.